വാട്സാപ്പിലെ പല സുഹൃത്തുക്കളുടെയും പ്രൊഫൈൽ നെയിം നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റൈലിഷ് ഫോണ്ടോടുകൂടി അവർ സെറ്റ് ചെയ്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇനി അതിന് പുറമെ നമുക്കിപ്പോൾ വാട്സാപ്പിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നത് പോലും സ്റ്റൈലിഷ് ഫോണ്ടോട് കൂടിയിട്ടായിരിക്കും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? നമുക്കും അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്താലോ? അതിനായിട്ടൊരു കിഡിലൻ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റാണ് ഓപ്പൺ ആകുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം, ഇൻസ്റ്റാൾ ചെയ്യാം. എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുക, എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ വേണമെങ്കിൽ അലോ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിരവധി സ്റ്റൈലിഷ് ഫോണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ ഇവിടെ ടൈപ്പ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് പേരാണ് വേണ്ടത് ആ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴെ കാണുന്ന എല്ലാ ഫോണ്ടുകളും ആ പേരിലേക്ക് മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ വലതുവശത്തായിട്ട് ഇവിടെ വീണ്ടും എഴുതേണ്ട ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഷെയർ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്, കോപ്പി ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഈ ബ്ലൂ കളറിലുള്ളതാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇവിടെ കോപ്പി ചെയ്യേണ്ട ഓപ്ഷനിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇത് ക്ലിക്ക് ബോർഡിലേക്ക് കോപ്പി ആകും. ഇനി നമുക്ക് നേരെ ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം വാട്സാപ്പ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സെറ്റിംഗ്സ് എടുക്കാം. ഇവിടെ തന്നെ നിങ്ങൾക്ക് പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നെയിം എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം നിങ്ങൾ എഴുതിയ നെയിം ഇവിടെ മായ്ച്ചു കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ എഴുതിയ നെയിം ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ സേവ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേര്, ആ ഒരു സ്റ്റൈലിഷ് ഫോണ്ട് ഇവിടെ വന്നു കഴിഞ്ഞു. ജസ്റ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സ്റ്റൈലിഷ് ഫോണ്ട് ആഡ് ചെയ്ത ഉടനെ തന്നെ പുതുതായിട്ട് നിങ്ങളെ കോൺടാക്റ്റിൽ ചേർക്കുന്നവർക്കും അതുപോലെ തന്നെ പുതുതായിട്ട് നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നവർക്കും പെട്ടെന്ന് തന്നെ കാണിക്കും. നിലവിൽ നിങ്ങളെ ആഡ് ചെയ്തവർക്ക് പെട്ടെന്ന് കാണിച്ചു എന്ന് വരില്ല, പക്ഷേ താമസിയാതെ എല്ലാവർക്കും കാണിച്ചു തുടങ്ങും. ഓക്കെ, ഇനി സ്റ്റൈലിഷ് ഫോണ്ടിൽ എങ്ങനെ മെസ്സേജ് അയക്കാം എന്ന് നോക്കാം. അതിനായിട്ട് വീണ്ടും ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ടത് അതിവിടെ ഏറ്റവും മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഹലോ ഹൗ ആർ യു എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ താഴെ കാണുന്ന എല്ലാ ഫോണ്ടുകളും ആ സ്റ്റൈലിഷ് ഫോണ്ടിലേക്ക് കഴിഞ്ഞു. ഓക്കെ, ഏതാണ് നിങ്ങൾക്ക് ഫോണ്ട് വേണ്ടത് അത് ഇവിടെ നിങ്ങൾക്ക് കോപ്പി ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഫോണ്ടാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ കോപ്പി എന്ന ഈ ഒരു ഐക്കണിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, അതിൽ നിന്ന് മാറ്റി ഞാൻ ഈ ഒരു സ്റ്റൈല് ഞാനിവിടെ തിരഞ്ഞെടുക്കുകയാണ്. ഓക്കെ, ഇവിടെ കോപ്പി ചെയ്യാണ്. അത് ക്ലിപ്പ് ബോർഡിൽ കോപ്പി ആയിട്ടുണ്ട്. ഇനി ആർക്കാണ് നമുക്ക് സ്റ്റൈലിഷ് ഫോണ്ടോട് കൂടിയിട്ടുള്ള മെസ്സേജ് അയക്കേണ്ടത് അവരെ നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, സെൻഡ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങളും ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.